ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികടക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ സോളോ ലെവലിംഗിന്റെ 171 തൊട്ട് 180 ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ ഇവിടെ കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനത്തിൽ മിസ് ചായയോട് ഫോണിൽ സംസാരിച്ച ജിൻവു യുദ്ധത്തിനിറങ്ങി തിരിക്കുന്നിടത്താണ് ചാപ്റ്റർ 170 അവസാനിച്ചത്. ശേഷം ചാപ്റ്റർ 171 തുടക്കത്തിൽ ആദ്യം കാണിക്കുന്നത് ആൻഡറീസ് മനുഷ്യരോട് ഏറ്റുമുട്ടി ബോറടിച്ചിരിക്കുന്നതും അവൻ ജിൻവു വരാൻ വൈകുന്നതിന് പിന്നിലെ കാരണങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതുമാണ്. അവിടെ ആൻഡറീസ് തനിക്കെതിരെ വന്ന ഫൈറ്റർ ജെറ്റുകളെയെല്ലാം കൊതുകിനെ അടിച്ചു കൊല്ലുന്ന ലാഘവത്തിരിക്കുമ്പോൾ അങ്ങ് ദൂരെ ജിൻവു തന്റെ കൊട്ടാരത്തിലെ സിംഹാസനത്തിലിരുന്ന് തന്റെ ഇടതും വലതും നിൽക്കുന്ന ജനറൽസിനോട് യുദ്ധത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. ഈ ചർച്ചയ്ക്കിടയിൽ ബലിയൻ ജിൻവുവിൽ ആഷ്ബോണിന്റെ പഴയ രൂപത്തെ കാണുന്നതും അവർ രണ്ടുപേരും ഒരേ സ്വഭാവക്കാരാണെന്ന് മനസ്സിലാക്കി യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ബലിയൻ വീട്ടിലോട്ട് ഫോൺ ചെയ്യുന്നതിനെ കുറിച്ച് ജിൻവുവിനോട് പറഞ്ഞെങ്കിലും അത് അവനെ ലക്ഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുമെന്ന് പറഞ്ഞ് അവൻ നേരെ കാനഡയിലേക്ക് പോയി. അവിടെ എത്തിയ ഉടനെ തന്നെ ഒരു പട്ടാളക്കാരനെ മോൺസ്റ്റേഴ്സിൽ നിന്നും രക്ഷിച്ച ജിൻവു അവനോട് രക്ഷപ്പെടാൻ പറഞ്ഞിട്ട് തന്റെ മുന്നിലേക്ക് വന്ന മോൺസ്റ്റേഴ്സിനെ എല്ലാം കൊന്നു. എന്നിട്ട് അവരെ ഷാഡോ മോൺസ്റ്റേഴ്സ് ആക്കി മാറ്റി യുദ്ധഭൂമിയിൽ താൻ എത്തിയെന്ന വിവരം ശത്രുക്കളെ അറിയിച്ചു. ഈ സമയം ജിൻവുവിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ എൻഡേറീസ്, ടർനാക്ക്, യോഗമുട്ട് തുടങ്ങിയ മാർക്കുകൾ അവൻ ഇവിടെ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നതെന്ന് കണ്ടെത്തി. ഈ സമയം ജിൻവു വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് തനിക്ക് നേരെ വരുന്ന മോൺസ്റ്റേഴ്സിനെ എല്ലാം കൊല്ലുകയും അതിന്റെ ഷാഡോ എക്സ്ട്രാക്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ജിൻവുവിന്റെ ശക്തി മിനിറ്റുകൾ കൊണ്ട് അധികമാവുന്നത് കണ്ട ആൻഡറീസ് യോഗമുട്ടിനോട് ഒരു സർപ്രൈസ് അറ്റാക്കിന് തയ്യാറാവാൻ പറഞ്ഞിട്ട് കളത്തിലേക്ക് ഇറങ്ങി. ജിൻവു കാനഡയിലേക്ക് ഒറ്റയ്ക്കല്ല വന്നത്, അവനെ സഹായിക്കാൻ ലിയും ആൻഡ്രയും അവന്റെ കൂടെ വന്നിരുന്നു. ശേഷം ജിൻവുവിനെ സഹായിക്കാൻ കാനഡയിലെത്തിയ ആൻഡ്രെ ടർനാക്കിന്റെ മുന്നിൽ എത്തുകയും ജിൻവു അവന്റെ ഒപ്പം അയച്ച ഷാഡോ മോൺസ്റ്റേഴ്സിനെ പുറത്തെടുത്ത ആൻഡ്രെ ടർനാക്കുമായിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറാവുകയും ചെയ്തു. ജിൻവുവിന്റെ ഈ പ്ലാന് ടർനാക്കിന് ആൻഡറീസിനെ അറിയിക്കാൻ നോക്കിയെങ്കിലും ജിൻവു ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടാക്കാനുള്ള പ്ലാനും ഉണ്ടാക്കി വെച്ചിരുന്നു. ഇത് കണ്ടപ്പോഴാണ് ജിൻവുവിന്റെ യഥാർത്ഥ പ്ലാന് ടർനാക്കിന് മനസ്സിലായത്. മൊണാർക്കുകൾ ഒന്നിച്ചാൽ അവരെ എതിർക്കുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ജിൻവു അവരെ മൂന്നിടത്തേക്ക് മാറ്റാനുള്ള പ്ലാൻ ഉണ്ടാക്കിയത്. ഇതൊക്കെ മനസ്സിലാക്കിയ ടർനാക്ക് ദേഷ്യത്തിൽ ഹ്യൂമനോഡ് ഫോമിൽ നിന്നും റിയൽ ഫോമിലേക്ക് ട്രാൻസ്ഫോം ആയപ്പോൾ ബെറു അവനുമായിട്ട് ഏറ്റുമുട്ടാൻ മുന്നിലേക്ക് വന്നു. ഒരു ഭാഗത്ത് ബെറുവും ടർനാക്കും മുഖാമുഖം നിൽക്കുമ്പോൾ മറ്റൊരിടത്ത് ജിൻവു ആൻഡ്രിയാസിന്റെ മുന്നിലെത്തി. ടർനാക്കുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടായതിൽ സംശയം തോന്നിയ ആൻഡ്രിയാസ് ജിൻവുവിന് നേരെ ഫയർ ബ്രീത്ത് പ്രയോഗിച്ചെങ്കിലും ജിൻവു അതിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ട് ഡ്രാഗൺ മോൺസ്റ്റേഴ്സിനെ അവന് നേരെ അയച്ചു. എന്നാൽ അതിൽ നിന്നും രക്ഷപ്പെട്ട ആൻഡറീസ് റിപ്പോർട്ട് ചെയ്ത് ടർനാക്കിന്റെ അടുത്ത് ചെന്നപ്പോഴേക്കും ജിൻവുവിന്റെ പട ടർനാക്കിനെ വീഴ്ത്തിയിരുന്നു. ഇതിൽ ദേഷ്യം വന്ന് യോഗമുട്ടിനെ വച്ച് ഇനിയും ഡ്രാഗൺസിനെ വിളിച്ചു വരുത്താൻ ആൻഡറീസ് നോക്കിയപ്പോൾ ജിൻവു പെട്ടെന്ന് തന്റെ ആർമിയെ തിരിച്ചു വിളിച്ചു. ഇത് കണ്ട് ജിൻവു തോൽവി സമ്മതിച്ചുവെന്ന് കരുതിയ ആൻഡറീസ് ജിൻവുവിന്റെ അടുത്ത മൂവ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ജിൻവു ആർമിയെ തിരിച്ചു വിളിച്ചത് തോൽവി സമ്മതിക്കാനല്ല, മറിച്ച് തന്റെ പക്കലുള്ള ഒരു ട്രംപ് കാർഡ് ഉപയോഗിക്കാനാണ്. കാമിഷിന്റെ റൂയിൻ സ്റ്റോണിന് എല്ലാ ഡ്രാഗൺസിനെയും കുറച്ചു നേരത്തേക്ക് ഫ്രീസ് ചെയ്യാനുള്ള പവർ ഉണ്ട്. ആ പവറിനെ തന്റെ ഷാഡോ എനർജിയുമായിട്ട് കമ്പൈൻ ചെയ്ത ജിൻവു അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡ്രാഗൺസിനെയും ഒപ്പം യോഗമുട്ടിനെയും ഫ്രീസ് ചെയ്തു. എന്നിട്ട് ആൻഡറീസിനെയും കൊണ്ട് തന്റെ കൊട്ടാരത്തിന്റെ അടുത്തേക്ക് റിപ്പോർട്ട് ചെയ്തു. ശേഷം ജിൻവുവിനോട് നീ എന്തൊക്കെ പ്ലാൻ ഉണ്ടാക്കിയാലും ഈ യുദ്ധത്തിൽ ജയിക്കാൻ പോകുന്നത് ഞാനായിരിക്കുമെന്ന് പറഞ്ഞ ആൻഡറീസ് തനിക്ക് മേലുള്ള ഫ്രീസിംഗ് മാറിയപ്പോൾ തന്റെ ഡ്രാഗൺ ഫോമിലേക്ക് ട്രാൻസ്ഫോം ആയി ജിൻവുവുമായിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറായി. ഇവിടെ ജിൻവു ആൻഡറീസിനെ ഏറ്റുമുട്ടുമ്പോൾ മറ്റ് ഹണ്ടേഴ്സ് അവരാൽ പറ്റുന്നത് പോലെ ഈ യുദ്ധത്തിൽ അവനെ സഹായിക്കുന്നതും മറ്റ് ചിലർ ജിൻവുവിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും കാണിക്കുന്നുണ്ട്. അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു റാങ്കറിൽ നിന്നും ഒരു നായകനായി മാറിയ ഒരു വ്യക്തിയുടെ വിജയത്തിന് വേണ്ടിയാണ്. ആ നായകനും അവന്റെ സൈന്യവും എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആൻഡറീസിന്റെ ഭീമാകാരമായ രൂപത്തെ എതിർത്ത് നിൽക്കാനായില്ല. ജിൻവുവിന്റെ ഈ അവസ്ഥ കണ്ട ആൻഡറീസ് അവന്റെ ഹ്യൂമനോഡ് ഫോമിലേക്ക് തിരിച്ചു വന്ന് നിനക്ക് നിന്റെ കുടുംബത്തിന്റെയും നിന്റെ രാജ്യത്തിന്റെയും ജീവൻ പിച്ചയായി തരാം, വേണമെങ്കിൽ നിന്നെ ഗൃഹത്തിന്റെ രാജാവുമാക്കാം, എന്റെ ഒപ്പം ചേർന്ന് റൂളേഴ്സിനെ ഇല്ലാതെയാക്കാൻ സഹായിക്കുവാണേലെന്ന് ജിൻവുവിനോട് പറഞ്ഞു. എന്നാൽ അയാളുടെ വാക്കുകളും അയാളുടെ കണ്ണുകളും രണ്ട് കാര്യങ്ങളാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയ ജിൻവു ആ ഓഫറിൽ നിന്നും പിന്മാറി. അതോടെ ആൻഡറീസ് വീണ്ടും ട്രാൻസ്ഫോം ആയി ഫുൾ പവറിൽ ജിൻവുവിന് നേരെ പോയി. ഇപ്രാവശ്യവും ജിൻവു തന്റെ ആർസനലിലുള്ള എല്ലാ സ്കില്ലും ആൻഡറീസിന് നേരെ ഉപയോഗിച്ചെങ്കിലും അതൊന്നും അത്ര ബലം കണ്ടില്ല. അപ്പോഴാണ് ജിൻവു താനും തന്റെ ശത്രുവും തമ്മിലുള്ള വ്യത്യാസം ആർമറിന്റെയും സൈസിന്റെയും ആണെന്ന് അവൻ തിരിച്ചറിഞ്ഞത്. ശേഷം തനിക്ക് ചുറ്റും ഒരു ആർമറും ആൻഡറീസിന്റെ ട്രാൻസ്ഫോർമേഷന് സമാനമായ രൂപമെടുത്ത ജിൻവു അവന്റെ ഒപ്പത്തിനൊപ്പം നിന്ന് അവനുമായിട്ട് ഏറ്റുമുട്ടി. അതോടെ ആൻഡറീസിന്റെ മനസ്സിലും ഭയം ജനിക്കുകയും അത് അവന്റെ പരാജയത്തിന് കാരണമാവുകയും ചെയ്തു. ജിൻവുവിന്റെ പരിചയക്കുറവ് കാരണം
ആൻഡറീസിന്റെ ട്രാൻസ്ഫോംഡ് ഫോമിൽ അവനെ കീഴ്പ്പെടുത്താനായില്ലെങ്കിലും അവനെ തിരിച്ച് ഹൈബ്രിഡ് ഫോമിൽ എത്തിക്കാൻ ജിൻവുവിനെ കൊണ്ട് കഴിഞ്ഞിരുന്നു. ശേഷം ഇവർ തമ്മിലുള്ള യുദ്ധം പുലർച്ചെ വരെ നീണ്ടുന്നെങ്കിലും സൂര്യന്റെ വെളിച്ചം ഭൂമിയിലെത്തിയ നിമിഷം തന്റെ മുഴുവൻ ശക്തിയും എടുത്ത ജിൻവു ആൻഡറീസിന് മേലിൽ ഫൈനൽ അറ്റാക്ക് ചെയ്ത് അവനെ വീഴ്ത്തി. ഡ്രാഗൺ മൊണാർക്ക് തന്റെ മരണത്തോടടുത്തപ്പോഴാണ് റൂളേഴ്സ് ഈ ലോകത്തേക്ക് വരുന്നത്. ഈ സമയം ജിൻവു മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ആഷ്ബോണിനെ കൊല്ലാൻ പ്ലാൻ ചെയ്ത് 2 മൊണാർക്കുകളെ അയച്ചത് ആൻഡറീസ് ആയിരുന്നു എന്ന സത്യം ആഷ്ബോൺ അറിയാമായിരുന്നു എന്ന്. ഇത് കേട്ട ആൻഡറീസ് ജിൻവുവിന് നേരെ തന്റെ വാൾ ഉയർത്തിയെങ്കിലും അപ്പോഴേക്കും റൂളേഴ്സ് അവനെ കുത്തിക്കൊലപ്പെടുത്തി. ശേഷം പൂർണ്ണമായിട്ടും മരിക്കുന്നതിന് മുമ്പ് എറ്റേണൽ റെസ്റ്റിന്റെ ലോകത്ത് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് ആൻഡറീസ് ജിൻവുവിനോട് പറഞ്ഞപ്പോൾ പേടിക്കണ്ട, നമ്മൾ ഉടനെ തന്നെ വീണ്ടും കാണുമെന്ന് ജിൻവു പറഞ്ഞു. ശേഷം ആൻഡറീസിന്റെ ബോഡി പൂർണ്ണമായിട്ടും ചാമ്പലായി മാറിയപ്പോൾ ഒരു റൂളർ മണ്ണിലേക്ക് ഇറങ്ങി ഈ യുദ്ധം അവസാനിപ്പിച്ചതിൽ ജിൻവുവിനോട് നന്ദി പറഞ്ഞു. ജിൻവുവിന് ഇവരുടെ നന്ദി വാക്കുകളിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്തത് കൊണ്ട് അവൻ ഇതിന് പ്രതിഫലമായിട്ട് ഒരു സഹായം ആവശ്യപ്പെട്ടു. തനിക്ക് ഒരു പ്രാവശ്യം കപ്പ് ഓഫ് റീഇൻകാർണേഷൻ ഉപയോഗിക്കാൻ അനുവദിക്കണം. അതായിരുന്നു ജിൻവുവിന്റെ ആവശ്യം. റൂളേഴ്സിനെ പോലെ കുറച്ച് ശതമാനം മനുഷ്യരെ മാത്രം രക്ഷിക്കുന്നതല്ല, എല്ലാവരെയും രക്ഷിക്കണമെന്നതാണ് ജിൻവുവിന്റെ ലക്ഷ്യമെന്നും അവൻ മൊണാർക്കുകൾ ഈ ലോകത്തേക്ക് വരുന്നത് തടയാനാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കിയ റൂളേഴ്സ് കപ്പ് ഓഫ് റീഇൻകാർണേഷൻ അതിന്റെ ലിമിറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം ജിൻവുവിന് ഒരു ചാൻസ് തരാം, അത് എല്ലാവരുടെയും ലാസ്റ്റ് ചാൻസ് ആയിരിക്കുമെന്ന് പറഞ്ഞ് അവർ കപ്പ് ഓഫ് റീഇൻകാർണേഷൻ ഉപയോഗിച്ച് ജിൻവുവിനെ 10 വർഷം പിന്നിലേക്ക് അയച്ചു. അടുത്ത നിമിഷം ജിൻവു കണ്ണു തുറന്നപ്പോൾ അവൻ അവന്റെ 10 വയസ്സുള്ള ശരീരത്തിലെത്തിയിരുന്നു. അതായത് മോൺസ്റ്റേഴ്സും ഗേറ്റിനും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പുള്ള സങ്ങിൽവാൻ ഒരു ഓഫീസ് ജീവനക്കാരനായിരുന്ന സമയത്തേക്കാണ് ജിൻവു എത്തിയത്. ശേഷം കുറച്ചു നാളത്തേക്ക് തന്റെ സാധാരണ ജീവിതം ജീവിച്ച ജിൻവു ഒരു ദിവസം ഒരു കത്തെഴുതി വച്ചിട്ട് വീട്ടിൽ നിന്നും പോയി. ജിൻവു 10 വർഷം പിന്നിലേക്ക് പോയപ്പോൾ എല്ലാ ഹയർ ബീയിങ്സിനും നേരത്തെ നടന്ന സംഭവങ്ങളെല്ലാം ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് ഡ്രാഗൺ മൊണാർക്ക് ജിൻവുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങിയ ജിൻവു ഡൈമെൻഷൻ ക്രാക്കിലൂടെ മൊണാർക്കുകളുടെ ലോകത്തെത്തി. ശേഷം നീണ്ട 22 വർഷം കൊണ്ട് ജിൻവു വീണ്ടും മൊണാർക്കുകളെ വകവരുത്തി. ജിൻവു 10 വർഷം പുറകോട്ട് വന്നപ്പോൾ അവന്റെ ആർമിയിലെ മനുഷ്യരുടെ ഷാഡോസ് എല്ലാം അതിന്റെ യഥാർത്ഥ ശരീരത്തിലേക്ക് തിരിച്ചു പോയിരുന്നു. ഇവിടെ ഡൈമെൻഷൻ ക്രാക്കിൽ 22 വർഷം കഴിഞ്ഞപ്പോൾ അങ്ങ് ഭൂമിയിൽ ഇതുവരെ 2 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. യുദ്ധം അവസാനിച്ച് ജിൻവു ഭൂമിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവനെയും കാത്ത് ഒരു ഫ്രാഗ്മെന്റ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ 22 വർഷം കൊണ്ട് ജിൻവു വളർന്ന് വലുതായെങ്കിലും അവൻ തിരിച്ചു വന്നപ്പോൾ തന്റെ 12 വയസ്സുള്ള രൂപം സ്വീകരിച്ചിരുന്നു. ശേഷം ആ ഫ്രാഗ്മെന്റിന്റെ ഒപ്പം ഒരു ഐസ്ക്രീം പാർലറിലെത്തിയ ജിൻവുവിനോട് ഇപ്പോ ജിൻവു ഒരു സാധാരണ മനുഷ്യനല്ലാത്തത് കൊണ്ടും അവന്റെ ശക്തി ഏറ്റെടുക്കാൻ ഈ ലോകം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതുകൊണ്ടും റൂളേഴ്സ് അവനെ അവരുടെ ലോകത്തേക്ക് ക്ഷണിച്ച കാര്യം അവനെ അറിയിച്ചു. ജിൻവുവിനെ ബലപൂർവ്വം കൊണ്ടുപോകാനല്ല, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ മതിയെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പുറത്തേക്ക് പോയി. ശേഷം ജിൻവു താൻ ഈ ലോകത്ത് ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണെന്ന് കരുതി അവരുടെ ലോകത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ഒരു നിമിഷം ആലോചിച്ചു. പെട്ടെന്ന് ജിൻവു പാർലറിന്റെ പുറത്ത് തനിക്ക് പരിചയമുള്ള രൂപം കണ്ട് പെട്ടെന്ന് പുറത്തേക്ക് ഓടിയപ്പോഴാണ് താൻ ഈ ലോകത്ത് ക്ഷണിക്കപ്പെടാത്ത അതിഥി അല്ല എന്നും എന്നെ കാത്തിരിക്കുന്ന കുറെ പേര് ഈ ലോകത്തുണ്ടെന്നും ഓർക്കുന്നത്. അതെല്ലാം അവനെ ഓർമ്മപ്പെടുത്തിയത് മിസ്ചായുടെ മുഖമായിരുന്നു. അങ്ങനെ ഐസ്ക്രീം പാർലറിൽ നിന്നും വെളിയിലേക്ക് ഓടിയിറങ്ങിയ ജിൻവു ആ സമയത്ത് ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന മിസ്ചായെ നേരിൽ കാണുന്നിടത്താണ് സോളോ ലെവലിംഗ് എന്ന കഥ അവസാനിക്കുന്നത്. സോ കഴിഞ്ഞു ഗായ്സ്, ഇതാണ് സോളോ ലെവലിംഗിന്റെ 171 തൊട്ട് 180 കഥ. പിന്നെ സോളോ ലെവലിംഗിന്റെ ആദ്യ 170 ചാപ്റ്റേഴ്സിന്റെ വീഡിയോ കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല സോളോ ലെവലിംഗിന്റെ മാൻവ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൊടുത്തിട്ടുണ്ട്. സോ കഴിഞ്ഞു ഗായ്സ്, ഇത്രയൊക്കെ തന്നെയാണ് സോളോ ലെവലിംഗിന്റെ ഈ ചാപ്റ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഏതൊക്കെ പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ ഏതെങ്കിലും മാൻവയെ കുറിച്ചോ അല്ലെങ്കിൽ ക്യാരക്ടറിനെ കുറിച്ചോ താല്പര്യമുണ്ടെങ്കിൽ അതും എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണാമെന്ന് വെച്ചോളൂ. സൈനിങ് ഔട്ട്.